സഖാവ് വി എസും ഉമ്മൻചാണ്ടിയും രണ്ടുപേരും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു. രണ്ടുപേരും ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ രണ്ടുപേരെയും കുറിച്ച്, അതായത് ഉമ്മൻചാണ്ടിയും വി എസിനെയും കുറിച്ച് ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള താരതമ്യ പഠനങ്ങൾ നടത്തി സംസാരിക്കുന്നതും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നതുമായിട്ട് ഉള്ള സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ ഞാൻ കാണാനിടയായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരെ രണ്ടുപേരെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് പറയാൻ കാരണമെന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും എന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഉമ്മൻചാണ്ടി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ നിയമസഭ സാമാജികത്വത്തിൻ്റെ 50-ാം വാർഷികം അത് പുനലൂരിൽ അത് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി വരേണ്ടതായിരുന്നു അവിടെ. പക്ഷേ അതിന് വരാൻ പറ്റുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. യാത്രയെ സംബന്ധിച്ചിടത്തോളം യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തതിനൊക്കെ ശേഷമാണ് വിളിച്ചിട്ട് പറഞ്ഞ വർത്തമാനമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അലയടിച്ചു വരുന്നത്. ഉമ്മൻചാണ്ടി ആന്നേ എന്നാണ്. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ പറയണ്ട, ഉമ്മൻചാണ്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതി, അത് മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഓൺലൈനായിട്ടേ അതിൽ അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നുള്ളൂ, എനിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അങ്ങ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ ഈ കാര്യത്തിലെന്ന് പറഞ്ഞു. വളരെ സന്തോഷപൂർവ്വം സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ആ രീതിയിൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സഖാവ് വി എസിനെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പേരൊരു പ്രോഗ്രാമിന് വിളിക്കാനായിട്ട്, ആലപ്പുഴ ഭാഗത്തു നിന്നാണ്, കരിയിലക്കുളകൻ ആലപ്പുഴ, ഏത് പ്രോഗ്രാമാണെന്ന് ഞാൻ മറന്നുപോയി, ഇവിടെ വന്നിട്ട് പറഞ്ഞു, ആ പ്രോഗ്രാമിന് ഇത് സാറ് വരണം, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരണം. പക്ഷേ എനിക്കതിന് പോകാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഒരു വിദേശ യാത്ര ആണ് എനിക്ക് ആ സമയത്തുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് എനിക്കൊരു പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, അത് സാറിന് വളരെ ഇഷ്ടമാണ്, ഞങ്ങൾ സഖാവിനെ പോയി വിളിച്ചതാണ്, പക്ഷേ സഖാവിൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം സഖാവിന് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഇത് ഏതാണ്ടൊരു 4-5 വർഷത്തോളമായി, അതിന് മുമ്പാണ്. അപ്പോൾ പറഞ്ഞു, അപ്പം ഞാൻ എന്നിട്ട് നിങ്ങളെന്താ അത് ആരെ വി എസിനെ എന്താ പിന്നെ നിർബന്ധിച്ച് കൊണ്ടുവരാതെ? അല്ല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനും ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് വളരെ കുറയ്ക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, അതാണ്ട് ആ ജഡ്ജി ഇല്ലേ, അയാളെ വിളിച്ചു, കൊള്ളാവുന്നവനാ, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു, ഇവർക്ക് രണ്ടുപേർക്കും. എനിക്കും ഇതുപോലെ രണ്ടുപേരെ ഇഷ്ടമായിരുന്നു. ഞാൻ വി എസിനെ ഇഷ്ടപ്പെട്ടിരുന്നത് പോലെ അല്ല ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെട്ടിരുന്നത്. വി എസിനെ ഞാൻ ഒരു കടുംപിടുത്ത രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കായിരുന്നു വി എസിനെ ഞാൻ നോക്കിക്കണ്ടിരുന്നത്. കാരണം വി എസ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് അരച്ച് കലക്കി കുടിച്ച് അദ്ദേഹം അത് തന്നെയാണ്. വി എസിന് കമ്മ്യൂണിസം വിട്ട് വേറെയൊന്നുമില്ല. വളരെയേറെ അപമാനിതനായി എങ്കിൽ പോലും വി എസിന് ഒരുപാട് ആളുകൾ, അതായത് ആ പാർട്ടിയിലുള്ള ആളുകൾ ശല്യം ചെയ്തെങ്കിൽ പോലും, അതൊക്കെ ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം, ചെയ്തെങ്കിൽ പോലും ഉണ്ടല്ലോ, അദ്ദേഹം പാർട്ടി വിട്ടുപോയോ? നമ്മളത് മാത്രം ചിന്തിച്ചാൽ മതി. എത്രയ്ക്കായാലും അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് അതേ പറ്റൂ. വേറെ ആ പാർട്ടി വിട്ട് അദ്ദേഹത്തിന് വേറൊരു ജീവിതമില്ല. മറ്റ് സഖാക്കളെ, പാർട്ടി അണികളെ വിട്ട് അദ്ദേഹത്തിന് വേറൊരു ജീവിതമില്ല. ആ രീതിയിൽ ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ച ആളായിരുന്നു സഖാവ് വി എസ്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്, അതെല്ലാവർക്കും അറിയാം. മാത്രമല്ല, അദ്ദേഹം ഈ പാർട്ടി അണികൾ വളരെ വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു, അതിന് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതൊന്നും പുറത്ത് അദ്ദേഹം കാണിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു ഗാംഭീര്യമുള്ള ഒരു മുഖഭാവമാണ്. ഇടപെടുന്നതും അതുപോലൊക്കെ തന്നെയാണ്. പലപ്പോഴും ആളുകളൊക്കെ പറഞ്ഞാൽ പോലും, പല കാര്യങ്ങൾ പറഞ്ഞാലും ചെന്ന് പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ശരി, തീർന്ന് പോയി എന്ന് പറയും. പക്ഷേ അത് മനസ്സിൽ വെച്ചിട്ട് അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരാളായിരുന്നു സഖാവ് വി എസ്. അപ്പം
പിന്നെ ഈ ഞാൻ പറഞ്ഞ നേരെ മറിച്ച് അതിന് ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് രണ്ടുപേരുടെയും അവരുടെ ആ എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. താരതമ്യ പഠനം നടത്താൻ പോലും പറ്റത്തില്ല. കാരണം എൻറ്റയർലി ഡിഫറൻ്റ് ആണ് രണ്ടുപേരും. രണ്ടുപേരും രണ്ട് രീതിയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. ഞാൻ വിശ്വസിക്കും അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു, ശരിയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതി പരിധി വിട്ടാണ് ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ഉമ്മൻചാണ്ടിക്ക് അന്ന് കൂച്ചുവിലം ഇടാൻ പാർട്ടിക്കാരും ഇല്ലായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് യഥേഷ്ടം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആണ് ഈ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് മുമ്പോട്ടെടുത്തിട്ട് അതിൽ ആളുകളെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. അത് ആളുകളുടെ സ്നേഹം ആർജിക്കാനൊന്നും അദ്ദേഹം ചെയ്തതല്ല, അത് ഉമ്മൻചാണ്ടിയുടെ മനസ്സാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അറിയാം എനിക്ക്. ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. ഈ ഹാലോ, തലയ്ക്ക് ചുറ്റും ഉള്ള ഈ ഹാലോ ഉണ്ടല്ലോ, നമ്മൾ കാണും ഈ പടങ്ങളിലൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചേക്കും, ഒരു വളയം വരച്ചു വെച്ചേക്കുമല്ലോ ഈ ഹാലോ. ആ ഹാലോ ഇല്ലാത്ത ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. സത്യം പറയട്ടെ, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഉണ്ടല്ലോ, MLA, അദ്ദേഹം അതുപോലെ തന്നെയാണ്. ഏതാണ്ട് ആ പിതാവിന് ഒത്തു നിൽക്കും കേട്ടോ. ആ രീതിയിലാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനവും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്നതാണ്. അത് രാഷ്ട്രീയവേദി അല്ല ഞങ്ങൾ പോയിട്ടുള്ളത്, ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് അതൊന്ന് നടത്തി അത് എന്ത് വിജയമായിരുന്നു. എവിടേക്ക് എന്തൊക്കെ ആളാ കൂടുന്നത്. അദ്ദേഹം നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു 14 മണിക്കൂറൊക്കെ ദിവസം. ആ രീതിയിലാണ് ആളുടെ ഇടയിൽ അങ്ങ് നിന്ന് മുഴുവൻ ആളുകളുടെയും പരാതി കേൾക്കും. അതിന് ഒരുപാട് പരിഹാരങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ മറിച്ച് സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്ന കാലം, 5 വർഷമേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നുള്ളൂ. 2006 മുഖ്യമന്ത്രി ആകാൻ തന്നെ കാരണം എങ്ങനെയാണ്? ഒരാൾ പറഞ്ഞു ഞാനും അതായത് രണ്ടുപേരും മത്സരിക്കുന്നില്ല. അതായത് സഖാവ് VSഉം ശ്രീ പിണറായി വിജയനും മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ഏകപക്ഷീയമായ രീതിയിൽ ഇവിടുത്തെ സംസ്ഥാനത്ത് കമ്മിറ്റി അങ്ങ് എടുത്തു കഴിഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VS മത്സരിച്ച് ജയിച്ചാൽ VSനെ ഏതായാലും മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ രീതിയാണ്. കാരണം പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് അത്രയും ജ്വലിച്ചു നിന്ന വ്യക്തിത്വമായിരുന്നു അന്ന് VS. നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ VSനെ മത്സരിപ്പിക്കണ്ട, കാരണം എനിക്കില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് വേണ്ട എന്നുള്ള ഒരു ധാരണ പോലെ വന്നു. അവസാനം എന്താണെന്നറിയാമോ? ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ തന്നെ സമരം ചെയ്തത് നീലേശ്വരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അവർ ഇപ്പോഴും സഖാവ് VS ഓട്ടോ സ്റ്റാൻഡ് എന്നാണ് അവിടെ പേരിട്ടേക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് നീലേശ്വരത്ത്. അവർ വളരെ അധികം അവരങ്ങ് ഇറങ്ങി. പക്ഷെ അത് ഇറങ്ങിയതിന് ശേഷം അത് കേരളമാകെ അങ്ങ് പടർന്നു പിടിക്കുകയാണ്. VSനെ മത്സരിപ്പിക്കുന്നില്ലേ എന്നായി. അപ്പോൾ VSനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ പാർട്ടി വൻ പരാജയം ഏറ്റുവാങ്ങും ഈ ഒരൊറ്റ കാരണത്താൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവസാനം പോളിറ്റ് ബ്യൂറോയ്ക്ക് വേറെ മാർഗമില്ലാതെ VSനെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് മലമ്പുഴ VSനെ ആദ്യം ഒഴിവാക്കിയതാണ്. മലമ്പുഴ സീറ്റ് VSന് പിന്നെ കൊടുക്കാൻ കാരണം, മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ കാരണം. മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു, അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം ഇന്നുള്ള രീതിയിലുള്ള ഭരണമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. കാരണം ഇന്ന് ശ്രീ പിണറായി വിജയൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? ഇന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്, പാർട്ടിയും അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനങ്ങളാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതിനെ ആരും അതായത് തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയാണ് പോകുന്നത്. നേരെ മറിച്ച് VSനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു കൊമ്പനാനെ, വലിയ ഗാംഭീര്യമുള്ള ഒരു കൊമ്പൻ, ആ കൊമ്പനെ കൂച്ചുവിലങ്ങിട്ടങ്ങ് നിർത്തിയേക്കുക, എന്നിട്ട് അതിനെ അവിടെ നിന്നുകൊണ്ട് കളിയാക്കുക, ആക്ഷേപിക്കുക, തോണ്ടുക, മാന്തുക. ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു സഖാവ് VSൻ്റെ കാര്യം. VSനെ പലപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കാണുന്ന അനീതി പുറത്തു കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്.
പക്ഷേ പാർട്ടി കൂടെ നിൽക്കുന്നില്ല. അപ്പം അദ്ദേഹം അതിന് ചെയ്തത് എന്തെന്നറിയോ? അദ്ദേഹം പലപ്പോഴും പ്രതിപക്ഷത്തെ ആശ്രയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. ചെയ്യും മന്ത്രിസഭാ തീരുമാനങ്ങളൊക്കെ ഇതിന് ശേഷം അദ്ദേഹം പത്രക്കാരോടൊക്കെ സംസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് വി എസിനെ തോണ്ടി ഓരോ ചോദ്യം ചോദിക്കും. പത്രക്കാർക്കറിയാം, അതായത് മാധ്യമപ്രവർത്തകർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇതെങ്ങനെ ചോദിക്കണം, അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഉത്തരം അതായത് പ്രതിപക്ഷം അവർ പറഞ്ഞ ആ പ്രശ്നം ഗൗരവമുള്ളതാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുമാണ് എന്ന് പറയും. കാരണം അത് എന്നാൽ പാർട്ടി വിരുദ്ധതയല്ല, പക്ഷേ പാർട്ടിയുടെ താല്പര്യമല്ലത് അവിടെ വന്നത്. അദ്ദേഹം യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നമാണ്, അത് അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ആ പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷത്തിനെ ആശ്രയിക്കുന്ന അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ വി എസ് ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാടെണ്ണം. പക്ഷെ നേരെ മറിച്ച് ഉമ്മൻചാണ്ടിക്കോ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടേയില്ല. ഉമ്മൻചാണ്ടിക്ക് യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയോട് ചെയ്തേക്കുന്ന അപരാധം എന്ന് പറയുന്നത്, ഇത് ചെയ്താൽ അറിയാമല്ലോ, ആവശ്യമില്ലാതെ വളരെ ഒരു സ്ത്രീ പീഡന കേസ് വെറുതെ അദ്ദേഹത്തിൻ്റെ പേര് കെട്ടിച്ചമച്ചു. അത് കള്ളമാണെന്ന് അവസാനം തെളിയുകയും ചെയ്തു കേട്ടോ. അതിലെ ആ സഹോദരി തന്നെ അത് ഏറ്റു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി. പക്ഷേ അദ്ദേഹം മരണത്തിന് ശേഷം എല്ലാവരും പറഞ്ഞു സത്യത്തിൽ അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനിടയായി. പക്ഷെ വി എസിന് അങ്ങനെ വേണ്ടി വന്നില്ല. വി എസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കാരെന്ന് പറയുന്നത് അവരുടെ രക്തമായിരുന്നു വി എസ്. അദ്ദേഹത്തിൻ്റെ മജ്ജയും മാംസവും എല്ലാം പാർട്ടിയാണ്, അതാണ് പാർട്ടിക്കാർ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് കോട്ടയത്തേക്ക്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് തിരുനക്കര മൈതാനിയിൽ എത്താൻ 3.5 ദിവസം എടുത്തു. ശരിയാണ്. വി എസിൻ്റെ അതേപോലെ തന്നെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ആലപ്പുഴയിലേക്ക് എത്താൻ 1.5 ദിവസം എടുത്തു. അതും ശരിയാണ്. അപ്പോൾ ഇവരെയെല്ലാം കാണാൻ ആൾ കൂടിയിട്ടുണ്ട്. വി എസിനെ കാണാൻ കൂടിയേക്കുന്ന ആളുകളെന്ന് പറയുന്നത് കൂടുതലും പാർട്ടി അണികളും അതുപോലെ പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ അനുഭവമുള്ളവരുമായിരുന്നു വളരെ കൂടുതൽ. മറ്റാളുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ധാരാളം ആളുകളുണ്ട്. എന്നാലും കൂടുതലും ഈ പറയുന്നവരായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അത് ഓരോ പോയിന്റ് വെച്ച് അവർ തീരുമാനിച്ചാണ് അത് അറേഞ്ച് ചെയ്ത് ആ രീതിയിലേക്ക് കൊണ്ടുവന്നത്. ഓരോ പോയിന്റിൽ വെച്ചാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. നേരെ മറിച്ച് ഉമ്മൻചാണ്ടിയതാണെങ്കിലോ വഴി നീളെ ആൾക്കൂട്ടം എന്ന് പറയുന്നത് നമുക്ക് അത് പറയാനേ പറ്റുന്നില്ല, എത്രത്തോളം ആ ആളുകളുടെ ആരവും എല്ലാം കൂടെ അതുപോലുള്ള ആൾക്കൂട്ടമായിരുന്നു. ആ രീതിയിലുള്ള ആൾക്കൂട്ടമായിരുന്നു. അതിരുന്നും കോൺഗ്രസ്സുകാരൊന്നും അല്ല, ജനങ്ങളായിരുന്നു മുഴുവൻ. കാരണം എന്താണെന്നറിയോ, ഒരുപാട് പ്രയോജനം ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ചിട്ടുണ്ട്. അത് കണക്കിലെടുത്ത് ആ ജനങ്ങളായിരുന്നു, ആ ജനസഞ്ചയം അതായിരുന്നു വന്നേക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഖബറിൽ, ഉമ്മൻചാണ്ടിയുടെ ഖബറിൽ, പള്ളിയിലാണ് ഖബറിൽ ആളുകൾ പോയി മെഴുകുതിരി കത്തിച്ചു വെക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ ആളുകൾ ചെല്ലുന്നുണ്ട്. ഇതെല്ലാം അതെൻ്റെ കാരണം എന്താണെന്നറിയോ, അദ്ദേഹത്തിനോട് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മരിച്ചുപോയ മനുഷ്യനോടായാലും ആ ആത്മാവിനോട് പറഞ്ഞാൽ പോലും അതെന്തെങ്കിലും നടക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ആളുകൾ അവിടെ ചെല്ലുന്നത്, ആ ആളുകൾ അങ്ങനെ പോകുന്നത്. അതിന് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആരും അതിന് കളിയാക്കിയതുകൊണ്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടി ആ ഒരു പരിവേഷത്തിലേക്ക് വരാൻ ഉമ്മൻചാണ്ടി ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള മനുഷ്യനല്ല. അദ്ദേഹം വളരെ അത്രയും സൗമ്യനായിട്ടുള്ള ഒരാളെ കാണാൻ കിട്ടത്തില്ല. ഇവർ രണ്ടുപേരുമായിട്ടുള്ള പെരുമാറ്റം നമ്മൾ ആളുകളോട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡിഫറൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഒരു കമ്പാരിസണും ഇവർക്കില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയെ ഏതാണ്ട് ആ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് മുതലെടുക്കാനായിട്ട് ഒരു നവകേരള സദസ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ, നടന്ന എന്താണെന്ന് എല്ലാ മന്ത്രിമാരും കൂടെ മാമാങ്കം നടത്തിയത് നമ്മൾ കണ്ടു. അത് ഇതുമായിട്ട് എന്തെങ്കിലും കമ്പാരിസൺ ഉണ്ടോ? ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് ചെയ്ത കാര്യം ഇവിടെ പൗരപ്രമുഖന്മാർ, ഇവിടെ ജനങ്ങൾക്ക് കയറാൻ ഒക്കത്തില്ല.
പൗരപ്രമുഖന്മാർക്ക് മാത്രമാക്കി മാറ്റിയ ഒരു കാലം നമ്മൾ കണ്ടു. അത് നമ്മൾ കണ്ട. അപ്പോൾ ഇതിനൊന്നും ഒരു കമ്പാരിസണും ഇല്ല ഉമ്മൻചാണ്ടിയുമായിട്ട്. അതുപോലെ തന്നെ രണ്ടുപേരും വളരെ നല്ല മനുഷ്യരായിരുന്നു. സഖാവ് VS അത് മനസ്സുകൊണ്ട് അത്രയും നല്ല മുരടനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നൈർമല്യമുള്ള മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം ചിന്തിക്കാനും അദ്ദേഹത്തിന് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല ഒരു നല്ല മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ. അതേ ഉള്ളൂ. അദ്ദേഹം വലിയൊരു വലിയ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു, മഹാനായ കമ്മ്യൂണിസ്റ്റായിരുന്നു, വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു. നേരെ മറിച്ച് ഉമ്മൻചാണ്ടി നല്ല ഒരു ഭരണാധികാരിയായിരുന്നു, നല്ല മനസ്സിനുടമയായിരുന്നു, ജനങ്ങളുമായിട്ട് അത്രത്തോളം അടുത്തിടപഴകിയിരുന്ന ആളായിരുന്നു. സഖാവ് VS അണികളുമായി അടുത്ത് ഇടപഴകിയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ജനങ്ങളുമായി ഇടപഴകിയിരുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ വലുതാരാണ് എന്ന് ചോദിച്ചാൽ ഒരർത്ഥവുമില്ല. അതിനകത്ത് ഒരു പ്രത്യേകതയും പറയാനില്ല. രണ്ടുപേരും വലുതായിരുന്നു. അങ്ങനെ തന്നെ കാണണം. വലിയ രണ്ട് മഹത്തുക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.